വഖഫ് ബോർഡിൽ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തിയാൽ മുസ്ലിം ലീഗാണ് പൂർണ്ണ ഉത്തരവാദിയെന്ന് വഖഫ് ബോർഡ് ചെയർമാൻ KS ഹംസ. ലീഗ് പെറ്റീഷൻ പിൻവലിക്കണം. ബോർഡിനെ സംബന്ധിച്ച് ഇതൊരു സാമൂഹ്യ പ്രശ്നമാണെന്നും ദേവസ്വം ബോർഡുകളിലും പള്ളികളിലും ഈ ആവശ്യമുയർത്താമെന്നും KS ഹംസ പറഞ്ഞു. അന്തിമ ഉത്തരവ് വരുന്നതുവരെ നിയമനം നടത്തരുത്. 9 അംഗങ്ങളെ വെച്ചാണ് ബോർഡ് രൂപീകരിച്ചത്. 2 പേരെ പിന്നീട് വയ്ക്കാം എന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ കേരള സർക്കാർ മധ്യപ്രദേശ് സർക്കാരിനെ കണ്ടുപഠിക്കുകയാണെന്നും KS ഹംസ കുറ്റപ്പെടുത്തി. നോൺ മുസ്ലിങ്ങളുടെ വഖഫുകളിൽ കയറ്റേണ്ടതില്ല എന്ന് പറഞ്ഞ അസംബ്ലി നിൽക്കുന്ന രാജ്യമാണ്. അതനുസരിച്ച് സുപ്രീം കോടതിയിൽ കേസ് നടക്കുന്നുണ്ട്. ആ സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റിന്റെ AG ആണ് പറയുന്നത് ഞങ്ങൾ ചെയ്യാം. ഇതിന് എന്ത് തത്വദീക്ഷയാണ് ഇവർക്കുള്ളത്? ഈ ഭൂതത്തെ തുറന്നു വിട്ടതും ലീഗല്ലേ? ലീഗ് കൊടുത്ത 2 പരാതിയോടനുബന്ധിച്ചാണല്ലോ ബാക്കിയൊക്കെ വരുന്നത്. എന്തിനായിരുന്നു കേരളത്തിന്റെ ഈ സമാധാന അന്തരീക്ഷത്തെ വർഗീയ കലുഷിതമാക്കി മതസൗഹാർദ്ദത്തിന്റെ ശാദ്വല ഭൂമികയായി മാറേണ്ടുന്ന ഒരു മണ്ണിനെ വിഷലിപ്തമാക്കാനുള്ള കുടിലമായ ഗൂഢാലോചനക്ക് സർക്കാർ സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തേണ്ട വല്ല കാര്യമുണ്ടായിരുന്നോ?